നമസ്കാരം. പ്രധാന വാർത്തകൾ. ₹9,00,000 തട്ടിപ്പ് നടത്തിയ പ്രധാന പ്രതികളെ ഗോവയിൽ നിന്ന് പിടികൂടി വിയ്യൂർ പോലീസ്. അറസ്റ്റിലായത് ഒല്ലൂർ ക്രിസ്റ്റഫർ നഗർ സ്വദേശി സജു വർഗീസ്, കുന്നംകുളം കീഴൂർ സ്വദേശി നവീൻ സജു, വേലൂർ വെങ്ങിലശ്ശേരി സ്വദേശി നാരായണൻ നമ്പൂതിരി എന്നിവർ. സ്കൂൾ വിട്ട് സൈക്കിളിൽ വീട്ടിലേക്ക് വരികയായിരുന്ന വിദ്യാർത്ഥിനിക്ക് നേരെ തെരുവ് നായയുടെ പരാക്രമം. സൈക്കിളിൽ നിന്ന് വീണ് വിദ്യാർത്ഥിക്ക് പരിക്ക്. കടിക്കാട് ഗവൺമെന്റ് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമ ഷിറിനാണ് പരിക്കേറ്റത്. അപൂർവ കുളവെട്ടി മരങ്ങളുടെ വനം ഇനി കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിലും. പന്നിശ്ശേരി ഉജാല സഹ്യാദ്രിയിൽ ഒരുക്കുന്ന കുളവെട്ടിത്തോട്ടത്തിൽ തൈനടിയിലും ജീവ ജീനിയസ് പുരസ്കാര സമർപ്പണവും നടന്നു. കാട്ടുകാമ്പാൽ മാർ ഇഗ്നാത്തിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ നടന്ന മോഷണം. ഒരാൾ പിടിയിൽ. മലപ്പുറം കല്ലൂർമ തലേക്കര വീട്ടിൽ അഭിജിത്താണ് പിടിയിലായത്. വാർത്തകൾ വിശദമായി. ₹9,00,000 തട്ടിപ്പ് നടത്തിയ പ്രധാന പ്രതികളെ ഗോവയിൽ നിന്നും പിടികൂടി വിയ്യൂർ പോലീസ്. 95 ഗ്രാം സ്വർണം ടേക്ക് ഓവർ ചെയ്യാനെന്ന വ്യാജേന വിയ്യൂരിലെ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ₹9,00,000 തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രധാന പ്രതികളായ ഒല്ലൂർ ക്രിസ്റ്റഫർ നഗർ സ്വദേശിയായ മേക്കാട്ടുകുളം വീട്ടിൽ സജു വർഗീസ്, കുന്നംകുളം കിഴൂർ സ്വദേശി മേക്കാട്ടുകുളം വീട്ടിൽ നവീൻ സജു, വേലൂർ വെങ്ങിലശ്ശേരി സ്വദേശി വൈകുണ്ഠം വീട്ടിൽ നാരായണൻ നമ്പൂതിരി എന്നിവരെയാണ് വിയ്യൂർ പോലീസ് ഗോവയിൽ നിന്നും പിടികൂടിയത്. കേസിലേക്ക് മലപ്പുറം വണ്ടൂർ 28 സ്വദേശിയായ കുന്നുമ്മൽ വീട്ടിൽ കെ അനൂപ് എന്നിവരെയും ജാമ്യം ലഭിച്ച മറ്റു 3 പ്രതികളെയും നാട്ടിൽ നിന്നും പിടികൂടിയിരുന്നു. മെയ് 25-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഒളിവിൽ പോയ പ്രതികളെ പിന്നീട് ഗോവയിൽ നിന്നും അതിവിദഗ്ധമായി പിടികൂടുകയായിരുന്നു. വിയ്യൂർ ഇൻസ്പെക്ടർ മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ SI-മാരായ സന്തോഷ്, ശ്രീജിൻ, വിനോജ് കുമാർ, ASI-മാരായ സുനിൽകുമാർ, ശ്രീകുമാർ, CPO-മാരായ ജോഷി, വിമൽ, ജോൺസൺ, ടോമി, സുഭാഷ്, ഭദ്രൻ, കൃഷ്ണപ്രസാദ്, മനേക്, നിഷി എന്നിവരാണ് ഉണ്ടായിരുന്നത്. സ്കൂൾ വിട്ട് സൈക്കിളിൽ വീട്ടിലേക്ക് വരികയായിരുന്ന വിദ്യാർത്ഥിനിക്ക് നേരെ തെരുവ് നായയുടെ പരാക്രമം. സൈക്കിളിൽ നിന്ന് വീണ് വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. പുന്നേർകുളം കടിക്കാട് ഗവൺമെന്റ് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമ ഷിറിനാണ് കൈക്ക് പരിക്കേറ്റത്. വെള്ളിയാഴ്ച വൈകിട്ട് കടിക്കട് പുതുമരാമത്ത് റോഡിലായിരുന്നു സംഭവം. പ്രദേശത്ത് തെരുവ് നായ്ക്കളുടെ ശല്യം വ്യാപകമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. കാട്ടുകാമ്പാൽ മാർ ഇഗ്നാത്തിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ നടന്ന മോഷണവുമായി ബന്ധപ്പെട്ട് യുവാവ് പിടിയിലായി. മലപ്പുറം കല്ലൂർമ തലേക്കര വീട്ടിൽ അഭിജിത്താണ് പോലീസ് പിടിയിലായത്. പള്ളി കോമ്പൗണ്ടിലുള്ള മുൻ വികാരി ഫാദർ PP സൈമണിന്റെ കല്ലറയിലെ ഓട്ടുവിളക്കും പള്ളിയുടെ നടുമുറി കുരിശുപള്ളിക്ക് മുൻവശത്തെ തൂക്കുവിളക്കുമാണ് മോഷണം പോയത്. കഴിഞ്ഞ ജൂൺ 12-ാം തീയതി പുലർച്ചെ 3 മണിയോടെയായിരുന്നു മോഷണം. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പള്ളി അധികൃതർ പോലീസിൽ പരാതി നൽകി. തുടർന്ന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പള്ളിയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് മോഷണത്തിന്റെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. ബൈക്കിലെത്തിയ 2 പേരിൽ ഹെൽമറ്റ് ധരിച്ച ഒരാൾ പള്ളി ഗേറ്റ് ചാടിക്കടന്ന് വിളക്കുകൾ എടുത്തു കൊണ്ടുപോകുന്നതായാണ് ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നത്. ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. AKSTU സ്ഥാപക ജനറൽ സെക്രട്ടറി എടത്താട്ടിൽ മാധവൻ മാസ്റ്ററുടെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള വിദ്യാഭ്യാസ അവാർഡിന് AKSTU കുന്നംകുളം ഉപജില്ലാ കമ്മിറ്റി അപേക്ഷ ക്ഷണിച്ചു. കുന്നംകുളം ഉപജില്ലയിൽ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ ജോലി ചെയ്യുന്ന അധ്യാപകരുടെ മക്കളിൽ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച് SSLC, +2 പരീക്ഷകളിൽ ഈ വർഷം ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കാണ് അവാർഡ് നൽകുന്നത്. അർഹരായ വിദ്യാർത്ഥികൾ വെള്ളപ്പേപ്പറിൽ ഫോൺ നമ്പർ ഉൾപ്പെടെ ചേർത്തിയ അപേക്ഷയും മാർക്ക് ലിസ്റ്റും ജൂലൈ 7-നകം നേരിട്ടോ വാട്സ്ആപ്പ് മെയിൽ മുഖേനയോ അയക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 75 61 09 75 05 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മാഞ്ചസ്റ്റർ സാൽഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ മുബീന അഷ്കർ ബാബുവിനെ എടക്കഴിയൂർ മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ അഭിനന്ദിച്ചു. മഹല്ല് പ്രസിഡന്റ് RV മുഹമ്മദ് കുട്ടിഹാജി, ജനറൽ സെക്രട്ടറി KV മുഹമ്മദ് കുട്ടിഹാജി, മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. സീതി സാഹിബ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനിയായ മുബീന പുതുവീട്ടിൽ കയനയിൽ മൊയ്തുട്ടി മൈമുന ദമ്പതികളുടെ മകളും ഐരൂർ സ്വദേശി അഷ്കർ ബാബുവിന്റെ ഭാര്യയുമാണ്. MSc കെമിസ്ട്രിയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫസ്റ്റ് റാങ്കും BSc കെമിസ്ട്രിയിൽ സെക്കൻഡ് റാങ്കും നേടിയിട്ടുണ്ട്. മുനീർ, മുജീബ് എന്നിവർ സഹോദരങ്ങളാണ്. അപൂർവ കുളവെട്ടി മരങ്ങളുടെ വനം ഇനി കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിലും. പന്നിശ്ശേരി ഉജാല സഹ്യാദ്രിയിൽ ഒരുക്കുന്ന കുളവെട്ടിത്തോട്ടത്തിൽ തൈനടിയിലും ജീവ ജീനിയസ് പുരസ്കാര സമർപ്പണവും നടന്നു.
പരിസ്ഥിതി പ്രവർത്തകനും അധ്യാപകനുമായിരുന്ന സാജു മാത്യു മാസ്റ്ററുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ ജീവ ജീനിയസ് പുരസ്കാര സമർപ്പണത്തിന്റെ ഭാഗമായാണ് കുളവെട്ടി മരങ്ങൾ വെച്ചുപിടിപ്പിച്ചത്. പുരസ്കാരത്തിന് അർഹനായ പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായ ബി.യു. രാധാകൃഷ്ണൻ മാസ്റ്ററുടെ താൽപര്യപ്രകാരമാണ് കണ്ടാണിശ്ശേരി പഞ്ചായത്തിൽ ജലസംഭരണ ശേഷിയുള്ളതും അപൂർവവുമായ കുളവെട്ടി മരങ്ങളുടെ വനം നിർമ്മിക്കാൻ പഞ്ചായത്ത് ഭരണാധികാരികളും സാജു മാത്യു മാസ്റ്റർ ട്രസ്റ്റും മുന്നോട്ട് വന്നത്. ബി.യു. രാധാകൃഷ്ണൻ മാസ്റ്റർ തനിക്ക് ലഭിച്ച പുരസ്കാരത്തുക ഈ ഉദ്യമത്തിനായി സംഭാവന ചെയ്യാൻ തയ്യാറാവുകയായിരുന്നു. പന്നിശ്ശേരിയിലെ ഉജാല സഹ്യാദ്രിയുടെ ആരാമത്തിൽ കുളവെട്ടി വനം സജ്ജമാക്കുന്ന പദ്ധതിയുടെ 1ാം ഘട്ടം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം.പി. സജീബ് അധ്യക്ഷനായി. മറ്റം സെന്റ് തോമസ് ഫൊറോന വികാരി ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആളൂർ, ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് എം. പത്മിനി ടീച്ചർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി.കെ. സുദീപ, പഞ്ചായത്ത് അംഗങ്ങളായ വിനു ജോൺസൺ, സാഫിർ ആസീസ്, ട്രസ്റ്റ് ഭാരവാഹികളായ എ.ഡി. ആൻഡു, മേജർ പി.ജെ. സ്റ്റൈജു, സിമി മേരി സാജു, ഹയർ സെക്കൻഡറി വിഭാഗം മുൻ ജോയിന്റ് ഡയറക്ടർ കെ.എച്ച്. സാജൻ, രാമകൃഷ്ണൻ അയ്യർ, എം.ആർ. രാഹുൽ, ലിനറ്റ് കെ. കുച്ചു, സി.എം. ഷീന, വി. സജീഷ് ചന്ദ്രൻ, ഷെജി ജോസ് എന്നിവർ സംസാരിച്ചു. അയൽക്കൂട്ടങ്ങളുടെ പിന്തുണയോടെ പദ്ധതി പഞ്ചായത്ത് മുഴുവൻ വ്യാപിപ്പിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം.പി. സജീബ് അറിയിച്ചു. തൃശൂർ സെന്റ് തോമസ് കോളേജ് ബോട്ടണി വിഭാഗം മേധാവി ഡോക്ടർ പി.വി. ആൻഡോയാണ് പദ്ധതിയുടെ സാങ്കേതിക ഉപദേഷ്ടാവ്. പ്രത്യേക സംരക്ഷണ കേന്ദ്ര പദവിയുള്ള വൃക്ഷമാണ് കുളവെട്ടിമരം. ലോകത്തിൽ ആകെ 300 മരങ്ങളാണുള്ളത്. അതിൽ പകുതിയിലേറെയും കുന്നംകുളം കലശമലയിലാണ്. പൗലോസ് തിതിയൻ കാതോലിക്ക ബാവയുടെ ഓർമ്മയ്ക്കായി കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷൻ നൽകുന്ന 5ാമത് സാന്ത്വന സ്പർശം അവാർഡിന് സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകൻ ഫാദർ ഡേവിസ് ചിറമൽ അർഹനായി. സാമൂഹ്യ പ്രതിബദ്ധതയോടെ അദ്ദേഹം സമൂഹത്തിൽ നടത്തുന്ന ഇടപെടലുകളും പ്രവർത്തനങ്ങളും പരിഗണിച്ചാണ് അവാർഡ്. ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലീത്ത അധ്യക്ഷനായ ജൂറിയാണ് പുരസ്കാര നിർണയം നടത്തിയത്. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് ജൂലൈ 20 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് കുന്നംകുളം അയ്യംപറമ്പ് ബെതേൽ കുന്നിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ സമ്മാനിക്കും. ഗതാഗത മന്ത്രി സി.പി. ജോൺ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ കുന്നംകുളം ഭദ്രാസന മെത്രാപ്പോലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ്, എ.സി. മൊയ്തീൻ എം.എൽ.എ, മറിയം ഉമ്മൻ, ഭദ്രാസന സെക്രട്ടറി ഫാദർ സ്റ്റീഫൻ ജോർജ് തുടങ്ങിയവർ സംബന്ധിക്കും. പോർക്കുളം ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി ഞാറ്റുവേല ചന്തയും കർഷക സഭയും നടത്തി. കൃഷിഭവനിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തുഷാര സുബീഷിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് പ്രസിഡന്റ് കെ.എ. ജ്യോതിഷ് ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി.ജി. രഘുനാഥ മുഖ്യാതിഥിയായി. മെമ്പർമാരായ തമ്പി കെ. ജോബ്, രേഖ ജയരാമൻ, പ്രവീൺ കുമാർ, കെ. രതീഷ്, പഞ്ചായത്ത് സെക്രട്ടറി മൈമുനത്ത്, കൃഷി ഓഫീസർ സുഷ്ന എന്നിവർ സംസാരിച്ചു. കാർഷിക ഉൽപാദനോപാധികളുടെ വിൽപ്പനയും പ്രദർശനവും, സൗജന്യ പച്ചക്കറി വിത്ത് വിതരണവും, ഗുണമേന്മയുള്ള തെങ്ങിൻ തൈകളുടെ വിതരണവും നടന്നു. കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, എ.ഡി.സി. അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. വ്യത്യസ്തങ്ങളായ നമ്മുടെ കാർഷിക രീതികൾ വളർത്തിക്കൊണ്ടുവരുവാൻ ബന്ധപ്പെട്ടവർ പ്രതിജ്ഞാബദ്ധരാകണമെന്ന് എൻ.കെ. അക്ബർ എം.എൽ.എ. പറഞ്ഞു. പുന്നേർകുളം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കർഷക സഭയും ഞാറ്റുവേല ചന്തയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിൽ പ്രധാനപ്പെട്ട കൃഷിക്ക് പറഞ്ഞല്ലോ, വേനൽക്കാലത്ത് ചെയ്യേണ്ടത്, മഴക്കാലത്ത് ചെയ്യേണ്ടത്, ഇടവിള കൃഷികൾ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ നമ്മുടെ കാർഷിക രീതികൾ വളർത്തുന്നതിനെ കുറിച്ചെല്ലാം നമ്മൾ ആലോചിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനുള്ള ഒരു അവസരമായി, ഒരു വേദിയായി നമ്മൾ ഇതിനെ കാണണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പൊന്നിയൂർക്കുളം സർവീസ് സഹകരണ ബാങ്ക് കെ.ജി. കരുണാകര മേനോൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച കാർഷിക സഭയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ. ഹസൻ അധ്യക്ഷത വഹിച്ചു. കർഷക സെമിനാർ ഉദ്ഘാടനം ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ.കെ. ഷിബു നിർവഹിച്ചു. ചാവക്കാട് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ ഓഫീസർ സബീന പരീദ് പദ്ധതി വിശദീകരണം നടത്തി. എസ്.എഫ്.എ. ശ്രീജേഷ് നാഥ് വിശദീകരണവും പി. ഗോപാലൻ മോഡറേറ്ററുമായി. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ.പി. ധർമ്മൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ.എച്ച്. ആബിദ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ഷംസീറ അഷ്റഫ്, ബ്ലോക്ക് മെമ്പർമാരായ അബൂബക്കർ കുന്നംകട്ടയിൽ, വി. അപ്പു മാസ്റ്റർ തുടങ്ങി വാർഡ് മെമ്പർമാരും കൃഷിഭവൻ ജീവനക്കാരും കർഷകരും പങ്കെടുത്തു. കൃഷി ഓഫീസർ നയിമ നൌഷാദ് അലി സ്വാഗതവും സഹകരണ ബാങ്ക് സെക്രട്ടറി എ.കെ. സതീഷ് കുമാർ നന്ദിയും പറഞ്ഞു. കാർഷിക വിപണന സ്റ്റാളുകളിൽ നാട്ടിലെ കർഷകരുടെ നേതൃത്വത്തിൽ വിളവെടുത്ത ഉൽപ്പന്നങ്ങൾ വിൽക്കാനും വാങ്ങാനുമുള്ള അവസരവുമുണ്ടായിരുന്നു. സിപിഐഎമ്മിന്റെയും കർഷക തൊഴിലാളി യൂണിയന്റെയും നേതാവായിരുന്ന എ. പത്മനാഭന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പുരസ്കാരം മുതിർന്ന സിപിഐ നേതാവ് ബേബി ജോണിന്.
പത്മനാഭൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരം ജൂലൈ 10 വിതരണം ചെയ്യും. 25,000 രൂപയും ബലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ജൂലൈ 10 വടക്കാഞ്ചേരിയിൽ നടക്കുന്ന ചടങ്ങിൽ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ് പുരസ്കാരം ബേബി ജോൺ മാസ്റ്റർക്ക് സമ്മാനിക്കും. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ജില്ലാ സെക്രട്ടറിയുമായിരുന്നു ബേബി ജോൺ. കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് യൂത്ത് വിംഗ് വാർഷിക പൊതുയോഗം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി നൈസൺ മാത്യു ഉദ്ഘാടനം ചെയ്തു. യൂത്ത് വിംഗ് പ്രസിഡന്റ് ബിനോയ് അധ്യക്ഷനായി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി MK പോൾസൺ, കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ, യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി ജിനീഷ് തെക്കേക്കര തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി ഗിൽബർട്ട് S. പാറമേൽ പ്രസിഡന്റ്, TV വിനീത് സെക്രട്ടറി, ഷെജിൻ C. ചുങ്കത്ത് ട്രഷറർ, സെബു CP വൈസ് പ്രസിഡന്റ്, ജിജു ജോബ്സൺ ജോയിന്റ് സെക്രട്ടറി എന്നിവരെ തെരഞ്ഞെടുത്തു. ചാലിശ്ശേരി SSC UP സ്കൂളിലെ വായനാ വാരാചരണത്തിന്റെ ഭാഗമായി അതിഥിയോടൊപ്പം പരിപാടി സംഘടിപ്പിച്ചു. കവിയും സംവിധായകനും പരിസ്ഥിതി പ്രവർത്തകനുമായ രാജേഷ് നന്ദിയംകോട് മുഖ്യാതിഥിയായി. പ്രധാനാധ്യാപകൻ K. മുഹമ്മദ് സൽമാൻ അധ്യക്ഷനായി. വായനാവാരത്തിൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാനം രാജേഷ് നന്ദിയംകോട് നിർവഹിച്ചു. സീനിയർ അധ്യാപിക VK മിനി ടീച്ചർ ഉപഹാരം നൽകി. KK സുജ, OS പ്രഭിത, കുക്കു C. രാജൻ എന്നിവർ സംസാരിച്ചു. ചാലിശ്ശേരി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ എന്റെ ഓണപ്പൂക്കളം എന്റെ പൂക്കളുമായി പദ്ധതിയുടെ ഭാഗമായുള്ള സൗജന്യ തൈ വിതരണം ഞായറാഴ്ച നടത്തും. വൈകിട്ട് 4:30 വായനശാല ഹാളിൽ ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആനി വിനു ഉദ്ഘാടനം നിർവഹിക്കും. കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ സംസ്ഥാന സമിതി അംഗവും വായനശാല ഗോൾഡൻ മെമ്പറുമായ AC ഗീവർ മുഖ്യാതിഥിയാകും. വായനശാല പ്രസിഡന്റ് ബാബു P. ജോർജ്, സെക്രട്ടറി ഡോക്ടർ പ്രദീപ് ജേക്കബ്, ട്രഷറർ PS വിനു എന്നിവർ നേതൃത്വം നൽകും. ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ ഞാറ്റുവേല ചന്ത സമാപിച്ചു. എളവള്ളി ഗ്രാമപഞ്ചായത്ത്, കൃഷിഭവൻ, ചിറ്റാട്ടുകര എളവള്ളി സഹകരണ ബാങ്കുകൾ, കുടുംബശ്രീ, ജലനിധി, പാടശേഖര സമിതികൾ തുടങ്ങിയവരുടെ സംയുക്താഭിമുഖ്യത്തിൽ 3 ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന ഞാറ്റുവേല ചന്തയ്ക്കാണ് സമാപനമായത്. പഞ്ചായത്ത് കോമ്പൗണ്ടിൽ സംഘടിപ്പിച്ച സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് അശോകൻ മൂക്കോല, പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ NB ജയ, സനിൽ കുന്നത്തുള്ളി, ചിത്ര രതീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ ലിസി വർഗീസ്, രാജി മണികണ്ഠൻ, എളവള്ളി ചിറ്റാട്ടുകര സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ RA അബ്ദുൾ ഹക്കീം, KP രാജു, കുടുംബശ്രീ ചെയർപേഴ്സൺ MG പ്രശാന്തി, പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ PG സുബിദാസ്, കൃഷി ഓഫീസർ NT ഫ്രെഡി എന്നിവർ സംസാരിച്ചു. കാർഷിക ക്വിസ് മത്സരത്തിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ വെച്ച് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നടന്ന ഞാറ്റുവേല ചന്തയിൽ ഘോഷയാത്ര, സെമിനാറുകൾ, കലാസന്ധ്യ, കൃഷിപ്പാടം, കാർഷിക ക്വിസ്, ഫുഡ് ഫെസ്റ്റ്, കാർഷിക നഴ്സറി, കർഷക കൂട്ടായ്മ, സ്റ്റേജ് ഷോ, വീരനാട്യം, സംഗീത പൂമഴ തുടങ്ങി പരിപാടികൾ അരങ്ങേറി. 17-ൽ പരം ഉൽപ്പന്നങ്ങളുടെ വിപണന കേന്ദ്രവും ചന്തയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കുടുംബശ്രീ പ്രവർത്തകർ, കർഷകർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, സ്കൂൾ വിദ്യാർത്ഥികൾ, അങ്കണവാടി പ്രവർത്തകർ, ആരോഗ്യമേഖലാ പ്രവർത്തകർ, വായനശാല ക്ലബ്ബ് പ്രവർത്തകർ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രവർത്തകർ തുടങ്ങി വിവിധ മേഖലകളിലുള്ളവർ പരിപാടികളിൽ പങ്കാളികളായി. പെരുമ്പിലാവ് അൻസാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപക അനധ്യാപകർക്കായി Q കണക്ട് അൻസാർ സ്റ്റാഫ് റിട്രീറ്റ് എന്ന പേരിൽ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസ പരിപാടി സംഘടിപ്പിച്ചു. സ്കൂൾ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. വാല്യൂ എഡ്യൂക്കേഷൻ ഡയറക്ടർ EM മുഹമ്മദ് അമീൻ മുഖ്യപ്രഭാഷണം നടത്തി. അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് സാജിദ റസാഖ് അധ്യക്ഷത വഹിച്ചു. ഹയർ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഷാജു മൊയ്തുണ്ണി, അൻസാർ ട്രെയിനിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മഹമ്മൂദ് ശിഹാബ്, അൻസാർ വിമൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ J. ഫരീദ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ PhD ലഭിച്ച കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ J. ഫരീദയെ ഉപഹാരം നൽകി ആദരിച്ചു. അധ്യാപകരായ MV അബ്ദുറഹ്മാൻ സ്വാഗതവും V. ഹസീന നന്ദിയും പറഞ്ഞു. ജൂലൈ 1 ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് യൂത്ത് വിംഗ് നേതൃത്വത്തിൽ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലെ ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ ഉണ്ണികൃഷ്ണനെ വീട്ടിലെത്തി ആദരിച്ചു. യൂത്ത് വിംഗ് പ്രസിഡന്റ് ഗിൽബർട്ട് S. പാറമേൽ അധ്യക്ഷനായ ചടങ്ങിൽ സെക്രട്ടറി TV വിനീത്, ട്രഷറർ ഷെജിൻ C. ചുങ്കത്ത്, ജോയിന്റ് സെക്രട്ടറി ജിജു ജോബ്സൺ, എക്സിക്യൂട്ടീവ് അംഗം ജെറി ആൽബർട്ട് എന്നിവർ സംസാരിച്ചു. ചാലിശ്ശേരി കുന്നത്തേരി TP ഉണ്ണികൃഷ്ണൻ സ്മാരക പൗർണമി വായനശാലയുടെ നേതൃത്വത്തിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി സാഹിത്യകാരൻ OV വിജയനെ അനുസ്മരിച്ചു. അനുസ്മരണ പ്രഭാഷണത്തിൽ യുവജനവേദി ഭാരവാഹി ഗായത്രി സംസാരിച്ചു. കുട്ടികൾ OV വിജയന്റെ കടൽ തീരത്ത് എന്ന കഥ വായിക്കുകയും കവിതകൾ ആലപിക്കുകയും ചെയ്തു.
വാർഡ് മെമ്പർ സന്ധ്യ അധ്യക്ഷത വഹിച്ചു. പ്രഭാകരൻ സ്വാഗതവും അഭിനന്ദ് നന്ദിയും പറഞ്ഞു. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് യൂണിറ്റിന്റെ രക്ഷാകർതൃ യോഗം സംഘടിപ്പിച്ചു. സ്കൂളിൽ നടന്ന പരിപാടി കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ CV മധു ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് സാജിദ റസാഖ് അധ്യക്ഷത വഹിച്ചു. ജൂനിയർ പ്രിൻസിപ്പൽ KR രവ്യ, കുന്നംകുളം ലേഡി സിവിൽ പോലീസ് ഓഫീസറും SPC ഇൻസ്ട്രക്ടറുമായ വിനീഷ, കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ ആനന്ദ് ഹിരൺ എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,450 രൂപ, പവന് 1,07,600 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 250 രൂപ. ചരമം കടവല്ലൂർ വട്ടമാവ് തലേക്കര പരേതനായ ചന്ദ്രൻ ഭാര്യ സത്യനിര്യാതയായി 62 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടത്തി. സജിത, സന്ധ്യ, സന്തോഷ് എന്നിവർ മക്കളാണ്. തയ്യൂർ അമ്പക്കാട്ട് തറവാട്ടിൽ കുഞ്ഞിക്കാവമ്മ നിര്യാതയായി 88 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച കുടുംബ ശ്മശാനത്തിൽ നടത്തും. പരേതനായ കൃഷ്ണ കൈമൾ ഭർത്താവും സുരേന്ദ്രൻ, ഗോപിനാഥൻ എന്നിവർ മക്കളുമാണ്. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ വടക്കൂട്ട് കോലാടി വീട്ടിൽ വർഗീസ് നിര്യാതനായി 72 വയസ്സായിരുന്നു. സംസ്കാരം ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടത്തി. ലിനി ഭാര്യയും വിനീത, സുനിത എന്നിവർ മക്കളുമാണ്. കുന്നംകുളം ചൊവ്വന്നൂർ തേവർമഠം ലൈനിൽ മുതിരപ്പറമ്പത്ത് വീട്ടിൽ പരേതനായ വിശ്വംഭരൻ ഭാര്യ വത്സല നിര്യാതയായി 54 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കുന്നംകുളം നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടത്തും. വരുൺ, അരുൺ എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. 9 ലക്ഷത്തിലധികം രൂപ തട്ടിപ്പ് നടത്തിയ പ്രധാന പ്രതികളെ ഗോവയിൽ നിന്നും പിടികൂടി വിയ്യൂർ പോലീസ്. അറസ്റ്റിലായത് ഒല്ലൂർ ക്രിസ്റ്റഫർ നഗർ സ്വദേശി സജു വർഗീസ്, കുന്നംകുളം കിഴൂർ സ്വദേശി നവീൻ സജു, വേലൂർ വെങ്ങലശ്ശേരി സ്വദേശി നാരായണൻ നമ്പൂതിരി എന്നിവർ. സ്കൂൾ വിട്ട് സൈക്കിളിൽ വീട്ടിലേക്ക് വരികയായിരുന്ന വിദ്യാർത്ഥിനിക്ക് നേരെ തെരുവ് നായയുടെ പരാക്രമം. സൈക്കിളിൽ നിന്ന് വീണ വിദ്യാർത്ഥിക്ക് പരിക്ക്. കടിക്കാട് ഗവൺമെന്റ് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമ ഷെറിനാണ് കൈക്ക് പരിക്കേറ്റത്. അപൂർവ കുളവെട്ടിമരങ്ങളുടെ വനം ഇനി കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിലും. പന്നിശ്ശേരി ഉജാല സഹ്യാദ്രിയിൽ ഒരുക്കുന്ന കുളവെട്ടിത്തോട്ടത്തിൽ തൈനടിയിലും ജീവ ജീനിയസ് പുരസ്കാര സമർപ്പണവും നടത്തി. കാട്ടകാമ്പാൽ മാർ ഇഗ്നാത്തിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ നടന്ന മോഷണം, ഒരാൾ പിടിയിൽ. മലപ്പുറം കല്ലൂർമ തലേക്കര വീട്ടിൽ അഭിജിത്താണ് പിടിയിലായത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.